Club FM will any 10 കണക്കിന് ഫൺ എന്നുള്ള റൗണ്ട് ആണ്. I'll ask you 10 questions. Yes. രശ്മി സതീഷ് ഇതിന് ട്രൂ അല്ലെങ്കിൽ ഫാൾസ് എന്ന് പറയണം. Okay. ചില കാര്യങ്ങൾക്ക് എക്സ്പ്ലനേഷൻ വേണമെങ്കിൽ യു ക്യാൻ ഗിവ്. Yes. ഞാൻ ചോദിക്കുകയാണെങ്കിൽ തരും വേണം. Okay. Ready? 10 കണക്കിന് ഫൺ. Question number 1. എനിക്കും ഒരു സ്റ്റേറ്റ് അവാർഡ് ഒക്കെ വേണമെന്ന് ആഗ്രഹമുണ്ട്. ട്രൂ ഓർ ഫാൾസ്? ട്രൂ. ഉണ്ടോ? യെസ്. ഭയങ്കര വിദൂര സ്വപ്നമാണ്. എങ്കിലും ഞാൻ ആഗ്രഹിച്ചു. എൻ്റെ ഒരു പേഴ്സണൽ ലെവലിൽ നിന്നിട്ടല്ല, എപ്പോഴും അവാർഡ് സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചാൽ അറിയാം എങ്ങനത്തെ പാട്ടുകാരായിരിക്കും. ഇപ്പോഴും ആ പഴയ സ്റ്റൈലിൽ തന്നെ പോവുക. അങ്ങനെ അല്ലാതെ ഒരു എനിക്കെന്നല്ല ഞാൻ പറയുന്നത്, ഒരു ഓൾട്ടർനേറ്റ് അല്ലെങ്കിൽ ഒരു യുണീക് വോയിസിന് എപ്പോഴെങ്കിലും ഒരു റിക്കഗ്നേഷൻ കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഐ വിൽ ബി വെരി ഹാപ്പി ഇഫ് ഇറ്റ്സ് നോട്ട് മീ ഓൾസോ. റൈറ്റ്. ചാപ്പാ കുരിശിന് ഞാനൊരു അവാർഡ് പ്രതീക്ഷിച്ചിരുന്നു. എനിക്ക് അറിയാമായിരുന്നു ഇപ്പോഴത്തെ ഒരു സെനാരിയോ വെച്ച് എനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. കാരണം ഇപ്പോഴും പൊക്കോണ്ടിരിക്കുന്ന ഒരു അവാർഡ് നിർണയ കമ്മിറ്റിയുടെ ഒരു സ്വഭാവം ഇതുവരെ എത്തിയിട്ടില്ല. ചാപ്പാ കുരിശ് വരെ എത്താനുള്ളൊരു ഇതായിട്ടില്ല. മലയാളം മ്യൂസിക് സിനാരിയോയിൽ തന്നെ ചാപ്പാ കുരിശൊന്നും ഞാൻ പറയില്ല, ആ സീരീസിൽ വന്ന കുറെ മ്യൂസിഷ്യൻസും അല്ലെങ്കിൽ മ്യൂസിക്കിനും വേണ്ടത്ര ഒരു, കാരണം നമ്മളെപ്പോഴും നിൽക്കുന്നത് മലയാളികളുടെ ഒരു മ്യൂസിക് സാധനം നിൽക്കുന്നത് എപ്പോഴും നമ്മൾ ക്ലാസിക്കലി കണക്ട് ചെയ്ത് മാത്രമാണ് നിൽക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഒരു വേൾഡ് മ്യൂസിക് ലെവലിലേക്ക് നമ്മൾ ആരും ചിന്തിക്കുന്നില്ല. എപ്പോഴും നമ്മൾ പറയും ഇന്ന രാഗത്തിനെ ബേസ് ചെയ്തിട്ടുള്ള, തീർച്ചയായിട്ടും അതൊരു അസറ്റാണ്, അതിനെ മോശമായിട്ടല്ല പറയുന്നത്. പക്ഷെ അതിനെ ബ്രേക്ക് ചെയ്ത് വേറെ മ്യൂസിക്കൽ ഫോംസിലോട്ട് നമുക്ക് ആസ്വദിക്കുന്ന ലെവൽ എത്തിക്കഴിഞ്ഞാൽ ലൈക്ക് വിൽ ബി ലൈക്ക് ദ എന്താണ് നമ്മളായിരിക്കും ഏറ്റവും നന്നായിട്ട് ഉണ്ടാവുന്ന ഒരു ആസ്വാദകരുടെ ഒരു ഗ്രൂപ്പ്. അതിലേക്ക് എത്തിപ്പെടാൻ മലയാളികൾക്ക് അല്ലെങ്കിൽ നമ്മളെല്ലാവർക്കും പറ്റട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരു വേൾഡ് മ്യൂസിക് എൻജോയ് ചെയ്യുന്ന ലെവൽ, നമ്മുടേതായിട്ടുള്ള മ്യൂസിക്കും അതേപോലെ തന്നെ വേറെ ഏത് ലെവലിലുള്ള മ്യൂസിക്. കടലിൽ നിന്ന് സമുദ്രത്തിലേക്ക് ചേക്കാനുള്ള സമയമായി. കടലിൽ നിന്നല്ല, കുളത്തിൽ നിന്ന് സമുദ്രത്തിലേക്ക് ചേക്കാനുള്ള സമയമായി. മ്യൂസിക് ഡയറക്ടർ എനിക്കൊരു കോപ്പീഡ് ട്യൂണ് കേൾപ്പിച്ച് പാടാൻ പറയുകയാണെങ്കിൽ ഞാൻ മുഖത്ത് നോക്കി പറയും. ഞാൻ അതങ്ങനെ പറഞ്ഞിട്ടുമുണ്ട്, പാടാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുമുണ്ട്. അതാരാണെന്ന് പറയാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ഒരു പാട്ട് എക്സാക്ട് ആ പാട്ടിന്റെ കോപ്പിയിൽ ആ ലിറിക്സ് മാത്രം മലയാളത്തിൽ പാടാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ വളരെ സൈലന്റ് ആയിട്ടും വളരെ സമാധാനപരമായിട്ടും പറഞ്ഞു, ഞാൻ അറിയാതെ ആയിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോൾ പാടുമായിരുന്നിരിക്കാം, പക്ഷെ എനിക്കിത് അറിയാം, അങ്ങനെ ഞാൻ ചെയ്യില്ല എന്ന് ഞാൻ പറഞ്ഞു. മലയാളത്തിൽ ഞാനൊരു ഡിഫറെന്റ് സിംഗർ ആണ്. ട്രൂ ഓർ ഫാൾസ്? യെസ്, ഐ ഹോപ്പ് സോ. വാട്ട് വുഡ് യു ചൂസ്? അതായത് ഐ ആം എ ഡിഫറെന്റ് സിംഗർ, ഐ ആം എ സിംഗർ വിത്ത് എ ഡിഫറെന്റ് വോയിസ്. ഐ ആം എ സിംഗർ വിത്ത് എ ഡിഫറെന്റ് വോയിസ്. യു ആർ നോട്ട് എ ഡിഫറെന്റ് സിംഗർ. Like I'm a different singer too. Yeah, choose one. Thank you very much, Rashmi Satish. Thank you. Tan Kanagara. Fun. You are under arrest. I'm going to arrest a young singer. Rashmi Satish എന്ന അറസ്റ്റിലായിരുന്നു ഞാൻ. ഒരു യങ് സെൻസേഷണൽ വോയിസിന്റെ ഉടമയെ ഞാൻ അറസ്റ്റ് ചെയ്യാൻ പോവാണ്. ആൻഡ് ഐ തിങ്ക് പിന്നെ ഇപ്പൊ ഞാൻ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഷീ വിൽ ബി റെഡി ടു അക്സെപ്റ്റ് എ ലോട്ട് ഓഫ് തിങ്സ്. നോക്കട്ടെ. റെഡി ടു കൺഫെസ് എ ലോട്ട് ഓഫ് തിങ്സ്. നോക്കട്ടെ. Here we go. എന്റെ കൂടെ ഉണ്ട് സിംഗർ രശ്മി സതീഷ്. സിനിമയ്ക്കകത്ത് പൊളിറ്റിക്സ് ഉണ്ട് എന്ന് പലതവണ രശ്മി ഇന്റർവ്യൂല് പറഞ്ഞു. യെസ്. ഡിഫൈൻ യുവർ വേർഡ് പൊളിറ്റിക്സ്. ശരിക്കും നമ്മളെ ആവശ്യമായിരിക്കും ചില ഇപ്പം ഞാൻ എൻ്റെ കാര്യം പറഞ്ഞു, ചിലപ്പോൾ എന്നെ ആവശ്യമായിരിക്കും ഒരു പാട്ടിന്, പക്ഷെ ഒരു പേഴ്സണൽ കണക്ഷൻ ഇല്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ എൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് കൊണ്ടോ പലപ്പോഴും അങ്ങനെ തഴയപ്പെട്ടിട്ടൊക്കെ ഉണ്ട്. എൻ്റെ തുടക്ക സമയത്ത് തന്നെ അങ്ങനെ ഒരു അനുഭവം എനിക്ക് ഉണ്ടായത് കൊണ്ട് ഞാൻ ഐ എം റിയലി കൂൾ അബൌട്ട് എവറിത്തിങ് ദാറ്റ്സ് ഹാപ്പനിങ് ഇൻ മൈ സിംഗിങ് ലൈഫ്. എന്താണ് അനുഭവം? പറഞ്ഞ പോലെ ഒരു പാട്ട് കിട്ടി, റെക്കോർഡിങ്ങിന് പോയി, പിന്നെ അത് പുറത്ത് വന്നപ്പോൾ ദാറ്റ് വാസ് സപ്പോസ് ടു ബി എ ഫീമെയിൽ ഡ്യൂയറ്റ്, പിന്നെ അത് പുറത്ത് വന്നപ്പോൾ അതൊരു സിംഗിൾ സോങ് സോളോ ആയിട്ട് മാറി. I couldn't find my name on it. അതായത് രണ്ട് പെൺകുട്ടികൾ പാടിയ പാട്ടാണ്. രണ്ട് പെൺകുട്ടികൾ പാടേണ്ടിയിരുന്ന പാട്ടാണ്. അങ്ങനെയാണ് റെക്കോർഡിങ്ങും. എൻ്റെ പാട്ട് ഐ സാങ്. കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് ലൈക്ക് അല്ല, എൻ്റെ പേര് അതിലില്ല. when it came out it was like only in the name of one singer. So ആ ഒരു സമയം അതിൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. അതെന്നെ ഭയങ്കരമായിട്ട് ഡൗൺ ചെയ്തു. പക്ഷെ അതിനേക്കാളും ഒക്കെ ഒരു ബ്രേക്ക് ആയിട്ട് എനിക്ക് ഈ പറഞ്ഞ പോലെ ഗോഡ് ഫാദർ ആയിട്ട് ഈവൻ സന്തോഷം സാർ എപ്പോഴോ വന്ന് എനിക്ക് ആ പ്ലാറ്റ്ഫോം കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് തന്നു. ഉർമിന്ന് സ്റ്റാർട്ട് ചെയ്ത രശ്മി സതീഷിന്റെ അടുത്ത് എന്റെ ഫൈനൽ ക്വസ്റ്റ്യൻ, എന്നെ വേണ്ട രീതിയിൽ ഈ ഇൻഡസ്ട്രി യൂസ് ചെയ്യുന്നില്ല എന്ന് തോന്നിയിട്ടുണ്ടോ? അങ്ങനെയൊന്നും പറയാൻ പറ്റില്ലല്ലോ. അത് ഇൻഡസ്ട്രിയിലുള്ളവരുടെ മാനസിക നില കൂടെ അനുസരിച്ചിരിക്കും. ഓരോരുത്തർ കാണുന്നത് അങ്ങനെയല്ലോ. മലയാളം ഫിലിം ഇൻഡസ്ട്രി കുറെ കണ്ടീഷൻസും എല്ലാം പ്രിജുഡീസസും എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ ബ്രേക്ക് ചെയ്ത് വരുന്ന ഒരു കാലഘട്ടമാണ് ഇതെന്നുള്ളതിൽ ഭയങ്കര സന്തോഷമുണ്ട്. പക്ഷെ അതിൽ നിന്ന് ബ്രേക്ക് ചെയ്ത് വരാൻ ഞാൻ പറഞ്ഞ പോലെ ഇനി ഞാൻ ഐ എം എക്സ്പെക്ടിങ് 10 more years for that. സോ അങ്ങനത്തെ ഒരു ദുഃഖമൊന്നുമില്ല. വരും എന്തെങ്കിലും ചെറിയ ഓപ്പൺ അപ്പ്. ഈ ഇൻഡസ്ട്രിയിൽ ഉള്ളതുകൊണ്ട് ഇൻഡസ്ട്രിയിൽ നിൽക്കുന്നു. പക്ഷെ ഇൻഡസ്ട്രി
ഇൻഡസ്ട്രി ഇല്ലാന്ന് വിചാരിച്ചിട്ട് എനിക്ക് നിൽക്കാണ്ടിരിക്കാനും പറ്റൂല. കാരണം ലൈക്ക് ഐ വിൽ ഡു മൈ ഓൺ സ്റ്റഫ്. And she is Rashmi Satish. Thank you so much. Thank you so much, Shan. I'm really enjoyed it. Done kanakina. Fun. Star Jam with RJ Sean. So in the Star Jam sounded really different today. So എന്താ കാര്യം എന്ന് ചോദിച്ചാ ഇതാണ് കാരണം. ടൂട്ടേ മേലാ സാവൻ ബെലാ हाय जमुना किनारे हाय जमुना किनारे. Thank you so much, Rashmi Satish, for being a part of the show. I was really enjoying this session and I'm so thankful to Club FM and Shan. എങ്ങനെ ഉണ്ടായിരുന്നു Star Jam? Star Jam ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട് Star Jamനെ കുറിച്ച്. പക്ഷെ ഭയങ്കര എൻജോയ് ചെയ്തു ഞാൻ. റിയലിസ്റ്റിക് ആയിട്ട് ആൾക്കാരെ കൊണ്ട് സംസാരിപ്പിക്കുന്ന, എല്ലാവരും ഇങ്ങനെ ഭയങ്കര മടിച്ചിരിക്കുമ്പോഴത്തേക്ക് അങ്ങനെ അല്ലാണ്ട് ഇങ്ങനെ കുത്തി നമ്മൾ ഒറിജിനൽ സാധനം പുറത്തു കൊണ്ടുവരുന്ന ഒരു സെഷൻ ആയിരുന്നു. Hats off to your singing. Thank you. And tell me, ഇപ്പോൾ ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ ആണ് നീലാകാശം പച്ചക്കടലിലെ. എന്താണ് ഒരു പിന്നെ സമീർ താഹിർ അസിസ്റ്റന്റ് ആവുമ്പോൾ ഫീലിംഗ്? സമീർ താഹിർ അസിസ്റ്റന്റ് ആവുമ്പോൾ മൂവി, അതായത് ഇത് ഒരേ പാഷന് വേണ്ടിയിട്ട് എല്ലാവരും എന്ത് വർക്കും എന്ത് റോളും ഏറ്റെടുക്കും എന്നുള്ള ഒരു അവസ്ഥയിൽ നിൽക്കുന്ന ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. സോ ഐ എം റിയലി ഗ്രേറ്റ്ഫുൾ ടു വർക്ക് വിത്ത് ഓൾ ദീസ് പീപ്പിൾ. ഇതൊരു ഡിഫറെന്റ് കൈൻഡ് അല്ലെങ്കിൽ ഡിഫറെന്റ് സ്റ്റൈൽ ഓഫ് വർക്കിംഗ് ആയിരുന്നു. ഇങ്ങനെ വർക്ക് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആൻഡ് രശ്മി സതീഷ് 22 ഫീമെയിൽ കോട്ടയത്തിന്റെ ഒരു ആക്ടറാണ്. യെസ്. ആൻഡ് യു ആർ കമ്മിങ് ബാക്ക് വിത്ത് ഇടുക്കി ഗോൾഡ്, ഒരു സ്മോൾ ക്യാരക്ടർ ഞാൻ ഇടുക്കിയിൽ. വെരി നൈസ്. സോ രശ്മി ഭയങ്കര സ്ട്രോങ് ആണ്. ഈ ശബ്ദം പാടാൻ മാത്രമല്ല ഉപയോഗിക്കാറ്, നല്ല അസല് ചീത്ത വിളിക്കാൻ യൂസ് ചെയ്യാറുണ്ട്. അങ്ങനെയാണോ രശ്മി? ചീത്ത വിളിക്കേണ്ട സ്ഥലത്താണെങ്കിൽ തീർച്ചയായിട്ടും ചീത്ത വിളിക്കും. Have you ever reacted in life? Yes, lot of times. എങ്ങനെ? ജസ്റ്റ് സിറ്റിയിൽ കൂടെ ഒരു ഓട്ടോയിൽ പോയാൽ മതി ഒരു സമയം കഴിഞ്ഞിട്ട്. ആദ്യം തുടങ്ങുന്ന മറ്റേ പൈസന്നായിരിക്കും. പിന്നെ നമ്മൾ ഒറ്റയ്ക്കാണെന്ന് പറയുമ്പോൾ പിന്നെ നമ്മൾ തെറി പറയും. ഞാൻ ഒരു ഓട്ടോക്കാരനെ തല്ലിയിട്ടൊക്കെ ഉണ്ട്. അയ്യോ. അതായത് തന്നെ ട്രിവാൻഡ്രം സിറ്റി കൂടെ യാത്ര ചെയ്യാണ്. വളരെ മിനിമം ഡിസ്റ്റൻസ് പോയിട്ട് കാശ് ചോദിച്ചപ്പോൾ ഞാൻ ചോദിച്ചു തിരിച്ചു, ചേട്ടാ ഞാൻ എല്ലാ ദിവസവും വരാറില്ലാണ്. അപ്പോൾ അയാൾ ചോദിക്കുന്ന കാശിന്റെ കണക്കൊന്നുമല്ല, ഒറ്റയ്ക്കല്ലേ ഇറങ്ങി നടക്കുന്ന, അതല്ലേടി ഇതല്ലേടി ഈ സമയത്ത് അങ്ങനെ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ ഒരു കുട വെച്ചൊരൊറ്റ അടി കൊടുത്തിട്ട് ഞാൻ പോയി. പൈസയും കൊടുത്തില്ല അയാൾക്ക്. എല്ലാ സ്ഥലത്തും റിയാക്ട് ചെയ്യുന്നത് ബുദ്ധിയല്ല എന്നുള്ളത് കൃത്യമായിട്ടറിയാം. സോ അങ്ങനെ റിയാക്ട് ചെയ്യാൻ പറ്റിയൊരു സ്പേസ് ആയതുകൊണ്ട് മാത്രം ഞാൻ അങ്ങനെ റിയാക്ട് ചെയ്തു. നോക്കിയും കണ്ടും മാത്രമേ റിയാക്ട് ചെയ്യാവൂ. അല്ലെങ്കിൽ റിയാക്ട് ചെയ്യാൻ നമ്മൾ വേറൊരു സ്പേസ് കണ്ടെത്തണം. റിയാക്ഷനുകളുടെയും റെസ്പോൺസുകളുടെയും കൊടുമുടിയിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കണേ. ഐ എം സോ glad that I had you here with me on Star Jam. Yes. Thank you so much, Rashmi. Thank you so much, Shan. And before closing, എനിക്ക് അതൊന്നുകൂടി കേൾക്കണം. ഏതാണ്? പാടിയില്ലെങ്കിൽ ചത്തുപോകുന്നോ? ചാകാണ്ടിരിക്കാനെങ്കിലും പാടടിതയേ, പാടിയിട്ടു ചാകാനെങ്കിലും പാടടിതയ്യേ. This is Club FM Star Jam with Rashmi Satish and Shan. Ton കണക്കിന് ഫൺ. എനിക്ക് പറ്റില്ല അത് പറയാണ്ട് ഞാൻ സ്റ്റുഡിയോ ആരെയും പുറത്തു വിടാറില്ല. ഓക്കെ. ടൺ കണക്കിന് ഫൺ. ഇനി പോയിക്കോളൂ. പാടിയിട്ടു ചാകാനെങ്കിലും പാടടിതയ്യേ.